മൂന്നാറിൽ വനംവകുപ്പിനെ പ്രതിസന്ധിയിലാക്കി നവമാധ്യമങ്ങളിലെ വ്യാജ പ്രചാരണം. പഴയ മൂന്നാറിൽ കരടി ഇറങ്ങിയെന്ന തലക്കെട്ടോടെയാണ് ചിത്രം പ്രചരിക്കുന്നത്. വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ പ്രചരിച്ച ചിത്രം AI ആണെന്ന് കണ്ടെത്തി. പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വനംവകുപ്പ് മൂന്നാർ പോലീസിൽ പരാതിയും നൽകി. മൂന്നാറിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുന്നതിനിടെയാണ് വ്യാജ പ്രചാരണം തലവേദനയാകുന്നത്. പഴയ മൂന്നാർ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപമാണ് കരടി ഇറങ്ങിയെന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രചരിക്കുന്നത്. വിവരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിലെത്തി പരിശോധനയും നടത്തി. പിന്നീട് അന്വേഷണം നടത്തിയപ്പോഴാണ് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് കരടിയുടെ ചിത്രം നിർമ്മിച്ചതെന്ന് വ്യക്തമായത്. നമ്മൾ AI ക്രിയേഷൻ ആയിട്ടാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ജനങ്ങൾ ഇപ്പൊ വലിയ പരിഭ്രാന്തിയൊക്കെ ഉണ്ടാവുന്നു. ഞങ്ങളുടെ ജോലിഭാരം കൂടുന്നു. അപ്പം ഇത്തവണ നമ്മൾ നിയമ നടപടി സ്വീകരിക്കും, കർശനമായ നടപടി സ്വീകരിക്കും. ഇവിടെ പ്രചരിപ്പിച്ച ഏതാനും ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വനംവകുപ്പ് മൂന്നാർ പോലീസിൽ പരാതി നൽകി. വ്യാജ പ്രചാരണം വനംവകുപ്പിനെ പ്രതിസന്ധിയിലാക്കുന്നതിനൊപ്പം ജനങ്ങൾക്കിടയിൽ ഭീതിയും ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട്. നേരത്തെ മാട്ടുപ്പെട്ടിയിൽ കടുവയിറങ്ങിയെന്ന തരത്തിൽ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. റിപ്പോർട്ടർ, ഇടുക്കി. ഈ AI കാലത്ത് AI നല്ലതിനും ഉപയോഗിക്കാം, ചീത്തയായ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഇതുപോലെ ആളുകളെ പേടിപ്പിക്കാനായിട്ടൊക്കെ നിങ്ങൾ ഓരോന്നിങ്ങനെ പടച്ചു വിടരുത്. പടച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്താകും. കേസെടുക്കാനുള്ള വകുപ്പൊക്കെ നാട്ടിലുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ്.